ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയുടെ 26ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളാണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അത് പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, നമുക്കെല്ലാം അറിയുന്നത് പോലെ ഫ്യൂച്ചർ പെർഫെക്റ്റ്. അങ്ങനെ 3 പെർഫെക്റ്റ് ഫോമുകളാണ് ടെൻസസിൽ വരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇപ്പൊ പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റ് എന്താണെന്ന് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം, പെർഫെക്റ്റ് ടെൻസുകൾ എന്ന് പറയുമ്പോൾ 2 ടെൻസുകളിൽ തൊട്ട് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ 2 വെള്ളത്തിൽ കാല് വയ്ക്കുന്നത് എന്ന് കഴിഞ്ഞ തവണ എക്സാമ്പിളിൽ പറഞ്ഞതാണ്. ഒന്നുകിൽ പാസ്റ്റ് അതിനു മുമ്പുള്ള പാസ്റ്റ്, പ്രസന്റ് അതിനു മുമ്പുള്ള പാസ്റ്റ്, ഫ്യൂച്ചർ അതിനു മുമ്പുള്ള പ്രസന്റ്. ഇങ്ങനെ ഒരു ടൈം തൊട്ട് മറ്റൊരു ടൈം വരെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് പെർഫെക്റ്റ് ടെൻസുകൾ എന്ന് പറഞ്ഞത്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാലോ, അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകും. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും അതിനകത്ത് ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ, ഒരു പീരിയഡ്, ഒരു കാലഘട്ടം അതിനകത്ത് സൂചിപ്പിച്ചിരിക്കും. ഇന്ന് രാവിലെ മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ പാസ്റ്റ്, ഇപ്പോഴും കാത്തിരിക്കുന്നു. അപ്പൊ എന്തായിരിക്കും അത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാലോ, പാസ്റ്റിൽ നിന്നും പാസ്റ്റ് വരെയുള്ള ആ കാലഘട്ടത്തിലെ കണ്ടിന്യൂറ്റിയാണ് ആ കാലത്തിൽ സൂചിപ്പിക്കുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിലാണെങ്കിലോ, ഫ്യൂച്ചറിലെ ഒരു ടെൻസ്, ഫ്യൂച്ചറിലെ ഒരു ആക്ഷൻ പ്രസന്റുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ ഫോർ, സിൻസ്. ഫോർ എന്ന് പറയുമ്പോൾ ഫോർ അബൌട്ട് 3 hours. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹെർ ഫോർ അബൌട്ട് 3 hours. 3 മണിക്കൂർ നേരമായി ഞാൻ അവളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഫോർ. സിൻസ് 1993, അല്ലെങ്കിൽ സിൻസ് 8 o'clock, 8 മണി മുതൽ ഞാൻ അവളെ കാത്തിരിക്കുകയാണ്. അപ്പൊ സിൻസ്, ഫോർ ആൾ ഡേയ്സ്, ഫോർ ആൾ ദീസ് ഡേയ്സ്, ഇങ്ങനെ ആൾ ചേർത്ത് പറയുന്ന ടൈംസ്, ആൾ വീക്ക് എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഒരു പീരീഡ്, ഒരു കാലഘട്ടം, ഇത്ര തൊട്ട് ഇത്ര വരെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് അല്ലെങ്കിൽ വെർബുകളാണ് നമ്മൾ ഈ ടെൻസിൽ ഉപയോഗിക്കുക. ഏകദേശ ധാരണയായല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ തരിക. ഞാൻ കൃത്യമായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിന് മറുപടി പറയാം. ദയവായിട്ട് സംശയങ്ങൾ കമന്റിൽ ചെയ്യാൻ മറക്കരുത്. ഇനി ഈ ടെൻസിന്റെ ഫോം എങ്ങനെയാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ കാര്യം ആദ്യം എടുക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഡ് ആണ് ഉപയോഗിക്കുക. പ്രസന്റ് പെർഫെക്റ്റില് ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഫ്യൂച്ചർ പെർഫെക്റ്റിലോ, ഫ്യൂച്ചർ എന്ന് സൂചിപ്പിക്കാൻ വില്ല് ഉപയോഗിക്കും അല്ലെങ്കിൽ ഷാൽ ഉപയോഗിക്കും. പെർഫെക്റ്റില് ഹാസോ ഹാവോ ഉപയോഗിക്കും. അപ്പോൾ വിൽ ഹാവ്, ഷാൽ ഹാവ്, അല്ലേ? തീർന്നില്ല. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് വേണം? ബിയുടെ ഫോം വേണം, വെർബിന്റെ കൂടെ ing വേണം. അത് നമ്മൾ നേരത്തെ പഠിച്ചതാ. കണ്ടിന്യൂസ് ഫോമുകളിലെല്ലാം ബിയുടെ ഫോം വേണം. ഈസ്, ആം, ആർ, വാസ്, വേറെ ഇങ്ങനെയുള്ള ഫോമുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ബി വരും, അല്ലെങ്കിൽ ബീൻ ഉണ്ടാവും, ഏതെങ്കിലും ഒരു ബിയുടെ ഫോം ഉണ്ടാവും, പ്ലസ് വെർബിന്റെ കൂടെ ing ഫോം ഉണ്ടാവും. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന ടെൻസിനകത്ത് എങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹാഡ്. ബിയുടെ ഫോം ഹാഡ് ബീൻ. വെർബ് പ്ലസ് ing, റണ്ണിങ് ഓർ വെയിറ്റിംഗ്. ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഹെർ ഫോർ 20 years. ഞാൻ അവൾക്ക് വേണ്ടി 20 വർഷത്തോളം കാത്തിരുന്നു. അപ്പൊ 20 വർഷത്തോളം കാത്തിരുന്നു, അത്രയും നേരം കാത്തിരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസിലാണ് ഫോർ അബൌട്ട് എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ സിൻസ് 2010 മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റിലും പാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പാസ്റ്റിൽ അവസാനിപ്പിക്കുകയാണ്, അത്രയും നേരം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing, ഹാഡ് ബീൻ വെയിറ്റിംഗ്. അത്രേ ഉള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ,
പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ഹാവ് അറിയാം. ബി ബീൻ ഹാസ് ബീൻ ഹാവ് ബീൻ. വെർ പ്ലസ് ing I have been waiting, he has been waiting her for about 20 years. കണ്ടോ, അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോഴും കാത്തിരുന്നത് പാസ്റ്റിലാണ് തുടങ്ങിയത്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, തുടരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ വെർ പ്ലസ് ing, ഐ ഹാവ് ബീൻ, ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഹെർ ഫോർ അബൌട്ട്, കണ്ടോ, സിൻസ് എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ ടൈം ആണെങ്കിൽ സിൻസ് ഉപയോഗിക്കാം, ഒരു പീരീഡ് ആണ് പറയുന്നതെങ്കിൽ ഫോർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓൾ ദീസ് ഡേയ്സ്, ഈ ദിവസം, ഇക്കാലം അത്രയും ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും ഇതുപോലെ തന്നെയാണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ എന്താ പറയുന്നത്, അതിന്റെ സ്ട്രക്ചർ നമുക്ക് അറിയാമെങ്കിൽ ഏത് ടെൻസ്, പ്രസന്റോ പാസ്റ്റോ ഫ്യൂച്ചറോ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഫ്യൂച്ചർ പെർഫെക്റ്റിലാണെങ്കിലോ സാധാരണ നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കാത്ത, സാധാരണ രീതിയിൽ ഉപയോഗിക്കാത്ത ഒരു ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് ഫ്യൂച്ചറിലൊരു കാര്യം പ്രസന്റുമായിട്ട് റിലേറ്റ് ചെയ്യുക. ടുമോറോ അറ്റ് ദിസ് ടൈം, കണ്ടോ, നാളെ ഈ സമയത്ത്. I will have been playing in a match, or I have been playing the match. I will have been playing, കണ്ടോ, I will have been playing in a match at this time, പ്രസന്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഇത്രേ ഓർമ്മിക്കാവുള്ളൂ. ഹാസ്, ഹാവ്, ഹാഡ് ഒരു ഫോം, കണ്ടിന്യൂസിൽ ബിയുടെ ഫോം, ബീൻ, ഹാസ്, ഹാവ്, ഹാഡ് ഇതിന്റെയൊക്കെ കൂടെ ബീൻ ആണല്ലോ വരിക. ഫ്യൂച്ചർ ആണെങ്കിൽ വില്ല, ഷാൽ ഉപയോഗിക്കുക അതിന് മുന്നോടി, അതിന് മുമ്പിലായിട്ട്. പിന്നെ വെർബിന്റെ ing ഫോം, കണ്ടിന്യൂസ് ഫോമുകളെല്ലാം അങ്ങനെയാണ്, ing ഫോമാണ് ഉപയോഗിക്കുക. അപ്പൊ ഇത്തരത്തിൽ നമുക്കൊരു 3-4 സെന്റൻസുകൾ പരിശോധിക്കാം. 3-4 സെന്റൻസുകൾ ഒരെണ്ണം പറയാമോ? നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് വിചാരിക്കൂ. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ജോബ് ഫോർ അബൌട്ട് 3 months. 3 മാസമായി, 3 മാസക്കാലമായി അവൻ ഈ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ജോബ് ഫോർ 3 months, ഫോർ അബൌട്ട് 3 months. 3 മാസക്കാലം, അന്ന് മുതൽ ഇന്നും ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും ഇതേ രീതിയിലാണ് ഉപയോഗിക്കാനുള്ളത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായിട്ട് കമന്റിൽ തരിക. ഓക്കെ, താങ്ക് യു.